സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനാണ്. ആദ്യമേ നമുക്കൊരു ലെമ്മ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ഐ സബ്സെറ്റ് ഓഫ് ആർ ബി ആൻ ഇൻ്റർവെൽ എഫ് ഫ്രം ഐ ടു ആർ ലെറ്റ് സി ബിലോങ്സ് ടു ഐ. നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലത്തെ ഹൈപ്പോത്തസിസ് ആണ്. ഐ ഒരു ഇൻ്റർവെൽ ആണ്, സി എന്ന് പറയുന്നത് ഐയിലെ പോയിന്റ് ആണ്. ആൻഡ് അസ്യൂം ദാറ്റ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് സി. ഓക്കെ, സിയിൽ എഫിന് എന്തുണ്ട്? ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. സിയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം. ഇഫ് എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 then there is a number delta greater than 0 such that f of x greater than f of c for x belongs to I such that c less than x less than c plus delta. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെമ്മ പറയുന്നത് ഇങ്ങനെയാണ്. എഫ് ഡാഷ് ഓഫ് സി ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഒരു നമ്മുടെ ഈ പോയിന്റ് സി ഉണ്ടല്ലോ, സിയുടെ കുറച്ചും ഇങ്ങോട്ട് റൈറ്റിലോട്ടൊരു സി പ്ലസ് ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്തുള്ള ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. അതേപോലെ തിരിച്ച് എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ ദെയർ ഈസ് എ നമ്പർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. അതായത് ഇത് നെഗറ്റീവ് ആണെങ്കിൽ, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോട്ടായിരിക്കും സി മൈനസ് ഡെൽറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ എക്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. ഇതാണ് നമ്മളുടെ ലെമ്മ. ഓക്കെ ആണല്ലോ, നമുക്ക് പ്രൂഫ് നോക്കാം. നോക്കിയേ, നമ്മളുടെ സിൻസ് എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ തുടങ്ങേണ്ടത്. ഈ എഫ് ഡാഷ് ഓഫ് സി ആരാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി. ഇതാണ് നമ്മളുടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ പറയുന്ന ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയടാ, ഈ പറയുന്ന ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഈ പോയിന്റ് ആണ്. എക്സ് ടെൻസ് ടു സി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും എക്സ് സിയിലോട്ട് അടുത്തു വരുമ്പോൾ ഈ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ എത്തുമ്പോൾ ഈ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആയേ പറ്റൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ എക്സ്റ്റെൻസ് സിയിലെത്തുമ്പോൾ, എക്സ്റ്റെൻസ് സിയിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോൾ അത് പോസിറ്റീവ് ആയേ പറ്റൂ. അല്ലാതെ ഇങ്ങനെ അറ്റം വരെയും 0 പെട്ടെന്ന് ചാടി ഇവിടെ വരുമ്പോൾ 0-നേക്കാൾ വലുതാവാൻ പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ 0-നേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം 0 ആയിരിക്കും. അപ്പോൾ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കാണും. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ ഈ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകും. അതായത് ഈ പറയുന്ന സിനോട് അടുത്തടുത്ത് വന്ന് ഒരു മൈനസ് ഡെൽറ്റയ്ക്കും ഒരു പ്ലസ് ഡെൽറ്റയ്ക്കും, സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയിൽ വരുമ്പോൾ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകും. അത് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി എഫ് എക്സ് ബിലോങ്സ് ടു ഐ ഓൾസോ സാറ്റിസ്ഫൈ എക്സ് ഗ്രേറ്റർ ദാൻ സി ദെൻ വി ഹാവ്, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഈ പറയുന്ന എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേമാണ്. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഇത് ഓൾറെഡി പോസിറ്റീവ് ടേം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. സോ ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് ഞാൻ എടുത്തല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞത് സി മൈനസ് ഡെൽറ്റ എക്സ് സി പ്ലസ് ഡെൽറ്റ. ഈ സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയിൽ എവിടെ നിന്ന് എക്സ് എടുത്താലും ഈ പറയുന്ന ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യും. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാതെ ഇവിടെ നിന്ന് തന്നെ എക്സ് എടുക്കുവാണെങ്കിൽ ഇത് പോസിറ്റീവ് ആവുക കൂടി ചെയ്യും. അപ്പോൾ സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാധനം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സിയും ആയിരിക്കും. സിമ്പിൾ തിയറമാണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡാർബോക്സ് തിയറമാണ്. പേരുള്ള തിയറമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. സ്റ്റേറ്റ് ഡാർബോക്സ് തിയറം എന്നൊക്കെ പറഞ്ഞ് 1 മാർക്കിന് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നും പറഞ്ഞിട്ടും ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Now, if f is differentiable on I is equal to closed interval AB, f differentiable ആണ്, whole interval differentiable ആണ്, and if b is a number, okay, k ആണ് അത്, k is a number between f dash of a and f dash of b, then there is at least one point c in open interval AB such that f dash of c is equal to k. ഓക്കെ, നല്ലൊരു തിയറമാണ്. സംഭവം ഇത്രേ പറയുന്നുള്ളൂ. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ആ ഫംഗ്ഷൻ അങ്ങനെ ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിയിലും ഇടയ്ക്ക് ഒരു നമ്പർ കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കെ ഡെറിവേറ്റീവായിട്ട് വരുന്ന ഒരു പോയിന്റ് സി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഈ എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലാരാണ് വലുതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഇനീക്വാലിറ്റി ഒന്നുകിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം,
അല്ലെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഈ ഇനിക്വാലിറ്റി ആണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി. കുഴപ്പമില്ലല്ലോ. ഇനി ഡിഫൈൻ, നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. കുഴപ്പമില്ലല്ലോ. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. ഇനി ജി കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? ഈ കെ എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ മൈനസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. സോ ജി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്ത്, ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെലിനകത്ത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമവും മിനിമവും അറ്റൈൻ ചെയ്യും. ഏത് തിയറം? മാക്സിമം മിനിമം വാല്യൂ തിയറം അല്ലേ. ഈ ഒരു തിയറം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും, ജി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ ഒരു ഇൻ്റർവെല്ലിൽ ജിക്ക് എന്തുണ്ടായിരിക്കും? ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും, മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. ക്ലിയർ ആണ്? അപ്പോൾ ജിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയടാ, കെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കെ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ എഴുതും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ അത് കെ കിട്ടും അല്ലേ. മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ജി ഡാഷ് ഓഫ് എ ആണെങ്കിൽ കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സിന് പകരം എ കൊടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ കെ എന്നാണ്. അപ്പോൾ കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇറ്റ് ഫോളോസ് ഫ്രം ദി പ്രീവിയസ് ലെമ്മ ദാറ്റ് ദ മാക്സിമം ഓഫ് ജി ഡസ് നോട്ട് ഒക്കൂർ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. നമ്മൾ ഓൾറെഡി ഒരു ലെമ്മ പഠിച്ചു. കഴിഞ്ഞ ലെമ്മയിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ലെമ്മയിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സി കോമ സി പ്ലസ് ഡെൽറ്റയ്ക്കകത്ത് ഒരു പോയിന്റ് എക്സ് കാണും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി എന്നാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എ ആണ്. ഓക്കെ, ഇനി ജി ഡാഷ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എ കോമ എ പ്ലസ് ഡെൽറ്റയ്ക്കകത്ത് ഒരു എക്സ് ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിനകത്ത് എ എഫ് ഓഫ് എ അല്ലെങ്കിൽ ജി ഓഫ് എനേക്കാൾ വലിയൊരു പോയിന്റ് അകത്തുണ്ട്. മനസ്സിലായല്ലോ? ഇത് ജി ഡാഷ് ഓഫ് എ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ എ കഴിഞ്ഞ് വരുന്ന ഒരു പോയിന്റിൽ, എ പ്ലസ് ഡെൽറ്റയ്ക്ക് മുന്നേ ഉള്ള ഒരു പോയിന്റിലെങ്കിലും ജി ഓഫ് എനേക്കാൾ വലുതായിരിക്കും ആര്? ജി ഓഫ് എക്സ്. അപ്പം നമുക്ക് പറയാം ജി ഓഫ് എ ഒരിക്കലും മാക്സിമം പോയിന്റ് ആവത്തില്ല, കാരണം അതിനേക്കാൾ വലിയൊരു പോയിന്റ് അകത്തുണ്ട്. സിമിലർലി ജി ഡാഷ് ഓഫ് ബി എന്ന് പറയുന്നത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് ബി വരും. കെ ആണ് ചെറുതെന്ന് പറയുന്നത്, എഫ് ഡാഷ് ഓഫ് ബി ആണ് വലുത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ അത് നെഗറ്റീവ് വരും. അതേപോലെ കഴിഞ്ഞ ലെമ്മയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ സി മൈനസ് ഡെൽറ്റയ്ക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് കാണും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുത്തിട്ട് ബിയിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. സോ ബിയുടെ തൊട്ടിപ്പുറത്തൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് ബി ആയിരിക്കും. അപ്പോഴും ഇൻ്റർവെലിനകത്തുള്ള പോയിന്റ് ആണല്ലോ. അപ്പം നമുക്ക് പറയാം ബിയിലും ഇതിൻ്റെ മാക്സിമം ഒക്കൂർ ചെയ്യത്തില്ല. ഇത് രണ്ടും ആ ലെമ്മയിലാണ് പറയുന്നത്. സോ ഡാർബോക്സ് തിയറം നിങ്ങൾ പ്രൂഫ് എഴുതാൻ നേരത്ത് ഈ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതണം. അപ്പോൾ ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണാതെ പഠിക്കണം. സോ ജിക്ക് നമ്മളുടെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ജിക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ അകത്താണ്. ഓക്കെ, എയും മാക്സിമം പോയിൻ്റ് അല്ല, ബിയും മാക്സിമം പോയിൻ്റ് അല്ല. സോ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും മാക്സിമം പോയിൻ്റ് വരുന്നത്. ആ മാക്സിമം പോയിൻ്റ് ഞാൻ എന്ത് വിളിക്കുന്നു? സി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? അപ്പോൾ ജി അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം അറ്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം എന്ന് പറഞ്ഞൊരു തിയറം നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം? ഒരു ഫംഗ്ഷൻ അതിൻ്റെ എക്സ്ട്രീമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മാക്സിമമോ മിനിമമോ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ അറ്റൈൻ ചെയ്യുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിയിലാണ് അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ജി ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഈ ജി ഡാഷ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഈ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? എക്സിന് പകരം സി കൊടുത്താൽ മതി. അതായത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് സി. ഈ കെ മൈനസ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ ആണെന്ന് പറയാൻ പറ്റും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ദെയർ എക്സിസ്റ്റ് എ സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. നമ്മൾ ഓൾറെഡി ഒരു സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഉണ്ടെന്ന് പറഞ്ഞു. ആ സിക്ക് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ ആണെന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ഡാർബോക്സ് തിയറം പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, ജസ്റ്റ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾസ് ആണ്. ദ ഫംഗ്ഷൻ ജി ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 to r ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 0 -1.
0 less than x less than or equal to 1, x equal to 0, minus 1 less than x less than 0, which is a restriction of the signum function. എന്താണ് സിഗ്നം ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? 0 ലെസ് ദാൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫ് പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ -1, ഇവിടെ 0, പിന്നെ ഇവിടെ നിന്ന് 1, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു. ഓക്കെ, അതിന് നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ -1 വരെ നമ്മൾ എടുക്കുന്നുള്ളൂ, -1ഉം 1ഉം വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫംഗ്ഷൻ ഇവിടെ വരെ വരും, കണ്ടോ, ഇവിടെ വരെ വരും. ഇനി ഇവിടെ നിന്ന് എടുത്താലും നോക്കിയടാ ഇവിടെ വരെ വരും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു, സിഗ്നം ഫംഗ്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്തു, -1 1ലോട്ട് മാറ്റി. ഓക്കെ, ക്ലിയർലി ഫാക്ട് ടു സാറ്റിസ്ഫൈ ഇത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി. ഇത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതായത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനിടയിൽ ഏത് പോയിൻ്റ് എടുത്താലും അത് ഒരു പോയിന്റിലേക്ക് മാപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് മാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. അത് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ടാണ്. നോക്കി, ദെയർഫോർ ബൈ ഡാർബോക്സ് തിയറം ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഓക്കെ ഫെയിൽസ് ടു സാറ്റിസ്ഫൈ എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫെയിൽ ചെയ്യും, കാരണം ഈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്താണ് നോക്കിയടാ, ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കാം, ഇതിനിടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ ഫംഗ്ഷൻ ആ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിക്കാം, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോളോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം, ഇതൊരു ഫംഗ്ഷൻ വാല്യൂ ആണ്, ഈ രണ്ട് വാല്യൂ ഞാൻ ഇവിടെ കറസ്പോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിനിടയിൽ നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അതിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ കാണും. ഓക്കെ, അല്ലെങ്കിൽ ഏത് പോയിന്റ് എടുത്താലും അതിലോട്ട് മാപ്പ് ചെയ്യുന്ന പോയിന്റ് കാണും. അതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതിനിടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ചെയ്യത്തില്ല. നൗ ബൈ ഡാർബോക്സ് തിയറം ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു -1 1, ദാറ്റ് ഈസ് ജി ഈസ് നോട്ട് ദി ഡെറിവേറ്റീവ് ഓഫ് -1 1. ഓക്കെ, അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തു. ഓക്കെ, ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിലുണ്ടല്ലോ, ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു ഡെറിവേറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല, ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ജി എന്താണ്, ഈ പറയുന്ന സിഗ്നം ഫംഗ്ഷൻ ഒരിക്കലും ഡെറിവേറ്റീവ് ഇല്ല എന്നാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ 2 മാർക്കിന് സിഗ്നം ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആൻസർ വെറുതെ എഴുതി വെച്ചാൽ മതി. ഇത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഫെയിൽ ആവുന്നതുകൊണ്ട് ഇവിടെ ഡാർബോക്സ് തിയറം വെച്ചിട്ട് നടക്കത്തില്ല എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഓക്കെ, നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ തീരും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ, താങ്ക്